ഹലോ, ഈ ഒരു വീഡിയോയിൽ ബോണസ് ഷെയർസ് ആൻഡ് റേറ്റ് ഇഷ്യൂ എന്നുള്ള ചാപ്റ്ററിൽ കൺവേർഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് എന്നുള്ള പോർഷനാണ്, അതിൻ്റെ വീഡിയോ ആണ് പറയുന്നത്. ഈ ബോണസ് ഷെയർസിൻ്റെ ആ ഒരു തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോണസ് 3 തരത്തിൽ കൊടുക്കും. ക്യാഷ് ആയിട്ട് കൊടുക്കും, ഷെയർസ് ആയിട്ട് കൊടുക്കും, പിന്നെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുക്കാറുണ്ടെന്ന്. അതിൽ 3ാമത്തെ മെത്തേഡാണ് ഇവിടെ തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും പറയാൻ പോണത്. ആദ്യം എന്താണ് ഈ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറയാം. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത് മൊത്തം കിട്ടിയിട്ടില്ലെങ്കിൽ, ഫേസ് വാല്യൂ എത്രയാണോ അത് മൊത്തം ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അവർ പല പല സമയങ്ങളിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ, ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ വൈസ് പറയാം, 100 രൂപയാണ് ഷെയറിൻ്റെ ഫേസ് വാല്യൂ. അത് പല പല സമയങ്ങളിലായിട്ടാണ് അത് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 90 റുപ്പീസ് വരെ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 റുപ്പീസും കൂടെ കളക്ട് ചെയ്യാനുണ്ട്. ഒരു ഫൈനൽ കോളും കൂടി വിളിച്ചിട്ടായിരിക്കും അത് കളക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ കമ്പനി ആ ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ടില്ല, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ടുള്ളൂ. മീൻസ് ഇനിയും കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസാണെങ്കിൽ ഒരു 10 റുപ്പീസും കൂടി കിട്ടാനുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളത് ഇവിടെ ഉള്ളത് 50,000 ഷെയർസാണ്. 50,000 ഷെയർസ് കമ്പനിക്ക് ഉണ്ട്. അത് 90 റുപ്പീസാണ് ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 50,000 ഇൻറ്റു 90 അത്രയാണ് ക്യാപിറ്റൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. ശരിക്കും അത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആവണമെങ്കിൽ 50,000 ഇൻറ്റു 100 ആവണം. അപ്പോൾ 10 റുപ്പീസ് ഇനിയും കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ഇത് ബോണസിനെ ആയിട്ട് ബേസ് ചെയ്ത് പറയുമ്പോൾ, ബോണസ് ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ഇനി ഷെയർ ഹോൾഡേഴ്സ് ആ കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കേണ്ടതില്ല. ഫൈനൽ കോൾ വിളിക്കുന്ന സമയത്ത് 50,000 ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന് 10 രൂപ എന്നുള്ള രീതിയിൽ 50,000 ഇൻറ്റു 10 5 lakh റുപ്പീസ് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കാനുള്ളതായിരുന്നു. പക്ഷെ അത് ഇനി കൊടുക്കേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോണസ് യൂസ് ചെയ്തിട്ട് ആ ഒരു പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കി ആ ഒരു പ്രോബ്ലത്തിലെ ബേസ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, കമ്പനിക്ക് യൂസ് ചെയ്യാൻ ഒരു 5 lakh ജനറൽ റിസർവ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ആ ഒരു റിസർവ് ബോണസായിട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ ആ ഒരു റിസർവിലെ എമൗണ്ട് യൂസ് ചെയ്തിട്ട് ബോണസ് കൊടുക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് ആ ഒരു എമൗണ്ട്, ആ ഒരു ജനറൽ റിസർവിലെ എമൗണ്ട് ബോണസായിട്ട് കൊടുക്കുന്നത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇവിടുത്തെ കേസ് 2ാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്, അവരുടെ ഷെയറിൻ്റെ ആ ഒരു ഫേസ് വാല്യൂ എത്രയെന്ന് പറയുന്നുണ്ട്, 100 റുപ്പീസാണ്. അതിന് എത്ര നമ്പർ ഷെയർ ഉണ്ടെന്ന് പറയുന്നുണ്ട്, 50,000 ഷെയർസ് ഉണ്ട്. അതിൽ ഫൈനൽ കോൾ ഇനി വിളിക്കാനുള്ളത് 10 രൂപയാണ്. 10 രൂപയുടെ ഫൈനൽ കോൾ ഇനി വിളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് 10 റുപ്പീസ്, ഒരു ഷെയറിന് 10 റുപ്പീസ് വെച്ചിട്ട് കമ്പനിക്ക് ഇനി കിട്ടാനുണ്ട്. 50,000 ഷെയർസും ഉണ്ട്. അപ്പോൾ 50,000 ഇൻറ്റു 10 5 lakh റുപ്പീസ് കമ്പനിക്ക് ഇനിയും കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കമ്പനിയുടെ ഷെയർസ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആയത്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇനി അവരെന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു 5 lakh റുപ്പീസ് ജനറൽ റിസർവിലെ 5 lakh റുപ്പീസ് യൂസ് ചെയ്തിട്ട് അവർ ബോണസായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പോൾ ആ ഒരു പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർ അത് യൂസ് ചെയ്തിട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ട് മാറ്റും. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർ എന്തായിട്ട് മാറുന്നു, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ട് മാറുന്നു ഈ ഒരു ബോണസ് കാരണം. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവരുടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലെ ഫണ്ട് യൂസ് ചെയ്തിട്ടും വീണ്ടും അഡീഷണൽ ഷെയർസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി, അതിൻ്റെ ഒരു ജേർണലിസ്റ്റും കൂടെ നമ്മളിവിടെ എഴുതേണ്ടി വരും. അപ്പോൾ ഇനി ആ ഒരു പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ 1ാമത്തെ കേസിൽ പുതിയ ഷെയർസ് ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. 1ാമത്തെ കേസ് കേട്ടോ, ആ ഒരു പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിൻ്റെ കേസിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കേസിലുള്ള എൻട്രി എന്താണെന്നാണ്, ഇവിടെ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രിയുടെ കേസ് പറയുന്ന കാര്യം, 1ാമത്തത് നമ്മൾ ആസ് യൂഷ്വൽ വരുന്ന എൻട്രി തന്നെയാണ്. ഏത് സോഴ്സ് അല്ലെങ്കിൽ ഏത് റിസർവ് യൂസ് ചെയ്തിട്ടാണ് ബോണസ് കൊടുക്കുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ജനറൽ റിസർവ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഷെയർസിനെ കൺവേർട്ട് ചെയ്യാൻ പോണത്. ആ
റിസർവ് യൂസ് ചെയ്തിട്ടാണ് ബോണസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, അത് ഇനി എത്രയാണ് കൊടുക്കാനുള്ളത് ആ എമൗണ്ട് ആയിരിക്കും അവിടെ എടുക്കുന്നുണ്ടാവുക, എമൗണ്ട് ആയിട്ട് എടുക്കുന്നുണ്ടാവുക. ഈ ഒരു പ്രോബ്ലത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ എൻട്രിയിലാണ് ഒരു വ്യത്യാസം വരുന്നത്. അത് ഈ രണ്ടാമത്തെ എൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഫൈനൽ കോൾ വിളിക്കുന്ന ആ ഒരു എൻട്രി, ജേണൽ എൻട്രി, അത് സെയിം തന്നെയാണ്. ആ ഒരു എൻട്രി വിളിക്കുമ്പോൾ ആ ഒരു ഫൈനൽ കോൾ വിളിക്കുന്ന സമയത്തുള്ള എൻട്രി ഇവർ പാസ് ചെയ്യും. അതായത് അവർ എഴുതും ആ ഒരു ഫൈനൽ കോൾ വിളിച്ചു എന്നുള്ളൊരു മീനിങ്ങിൽ. ക്യാഷായിട്ട് ബോണസ് ആ ഒരു ജനറൽ റിസർവിൽ എടുക്കുകയാണെങ്കിലും അവർ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്നുള്ള രീതിയിൽ ആ സെയിം ജേണൽ തന്നെ ഇവിടെ എഴുതും. ഈക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട്, ആ ഒരു കിട്ടാനുള്ള ഒരു എമൗണ്ട് എത്രയാണോ അത് തന്നെയാണ്, സെയിം എമൗണ്ട് തന്നെയാണ് എഴുതുന്നുണ്ടാവുക. പിന്നെ ആ ഒരു ഫൈനൽ കോള് വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ ഡെബിറ്റ് ചെയ്യാറുള്ളത് ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ടൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ കമ്പനിക്ക് അഡീഷണൽ ക്യാഷ് കിട്ടുന്നില്ല, അവരുടെ തന്നെ റിസർവ് യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡെബിറ്റ് ഒരിക്കലും ബാങ്ക് എന്നുള്ള വരുന്നില്ല. കാരണം കമ്പനിയിലോട്ടൊരു ക്യാഷിൻ്റെ ഒരു വരവ് വരുന്നില്ല, ഒരു ഇൻഫ്ലോ ഇല്ല. അതുകൊണ്ട് അവിടെ ഡെബിറ്റ് ചെയ്യുന്നില്ല. പകരം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഡെബിറ്റ് ചെയ്യുന്ന ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഓൾറെഡി ഒരു ലയബിലിറ്റി വന്നു, ആ ലയബിലിറ്റി കുറഞ്ഞു എന്നുള്ള മീനിങ്ങിൽ പഴയ പ്രോബ്ലത്തിലുള്ള പോലെ തന്നെ ആ ഒരു ഡെബിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ്. ഈ ഒരു ഫസ്റ്റ് സിറ്റുവേഷൻ, അതായത് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് എങ്ങനെയാണ് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ആ സമയത്തുള്ള എൻട്രി വരുന്നത്. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിൻ്റെ കേസ് മാത്രമല്ല, കമ്പനി പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ബോണസ് ഷെയർസ് വേറെയും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് യൂസ് ചെയ്തിട്ട്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് യൂസ് ചെയ്തിട്ടും ബോണസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ കേസ് അവർ പറയുന്ന കാര്യം, ഓരോ 5 ഷെയർസിനും ഒരു ഷെയർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു റേഷ്യോ അതിൽ പറയുന്നുണ്ട്, 1 ഇക്വിറ്റി ഷെയർ ഫോർ എവറി 5 ഇക്വിറ്റി ഷെയർ. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ 5 ഷെയറിന് ഒരു ഷെയറാണ്, അപ്പോൾ 1/5 ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇനി അതിന് എത്ര നമ്പേഴ്സ് ഷെയർസ് ഉണ്ടെന്ന് ആദ്യം അറിയണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 50,000 ഷെയർസാണ് കമ്പനിയിലുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര ഷെയർസ് ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും എന്ന് അറിയണമെങ്കിൽ 50,000 ഇൻറ്റു 1/5, അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 50,000 ഇൻറ്റു 1/5. അപ്പോൾ അവർ ടോട്ടൽ 10,000 ഷെയർസാണ്, ബോണസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷന് മുന്നുള്ള പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ എൻട്രിയാണ്. എൻട്രി വരുമ്പോൾ ഫസ്റ്റ് എൻട്രി ആസ് യൂഷ്വൽ ഏത് സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബോണസ് കൊടുക്കുന്നത്, ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് സെയിം തന്നെ, പഴയ പ്രോബ്ലത്തിലുള്ള പോലെ തന്നെയാണ്. അത് 10 lakh ആണ്, 10,000 ഷെയർസാണ് ബോണസായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 10,000 ഇൻറ്റു ഫേസ് വാല്യൂ 100 ആണ്, പ്രോബ്ലത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10,000 ഇൻറ്റു 100 10 lakh ആണ് ഇഷ്യൂ ചെയ്യണത്. ഇനി രണ്ടാമത്തെ എൻട്രി പഴയ പ്രോബ്ലത്തിലുള്ള പോലെ തന്നെയാണ്, ഇത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു, പിന്നെ ഇവിടെ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്നാണ്, അത് അവർ തെറ്റി എഴുതിയതാവും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നെയാണ് വരിക, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിലൊക്കെ ചെയ്തത് പോലെ തന്നെ. ഇവിടെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയാനില്ല, പഴയ പ്രോബ്ലത്തിൽ സെയിം ബേസ് തന്നെയാണ് ഇവിടെയും വരിക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്.